വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദെമെത്രിയോസ് ബൽക്കിദേസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ യൂദാസ് മക്കബൂസിന്റെ 3,000 ധീരയോദ്ധാക്കളുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ യൂദാസ് മരിച്ചു. അവനെ സംസ്കരിച്ച ശേഷം അവന്റെ സഹോദരൻ ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് കേട്ട ബൽക്കിദേസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥനും സഹോദരൻ ശിമിയോനും അവരോടുകൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞു തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി പാളയമടിച്ചു. അവർ ജോനാഥന്റെയും ശിമിയോന്റെയും സഹോദരനായ യോഹന്നാനെ പിടിച്ചുകൊണ്ടുപോയി വധിച്ചു. പിന്നീട് ജോനാഥനും സഹോദരൻ ശിമിയോനും മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. കാനനിലെ ഒരു വിവാഹാഘോഷത്തിനുള്ള സാമഗ്രികളോടൊപ്പം നീങ്ങിയവരെ പതിയിരുന്ന് ആക്രമിച്ചു. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ തങ്ങളുടെ സഹോദരനെ കൊന്നതിന് അവരോട് പകരം വീട്ടി. അവർ ജോർദാനിലെത്തി. ബൽക്കിദേസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി ശാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി യുദ്ധം തുടങ്ങി. ജോനാഥൻ ശത്രുകരങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചു. ആ യുദ്ധത്തിൽ ബൽക്കിദേസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. ബൽക്കിദേസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറീക്കോയിലെ കോട്ടയും നഗരങ്ങളിലെ ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ദേവാലയാങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ തുടങ്ങിയ അൽക്കിമൂസ് പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് തളർവാദ രോഗിയായി മരണമടഞ്ഞു. അൽക്കിമൂസ് മരിച്ചെന്ന് കേട്ടപ്പോൾ ബൽക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്തേക്ക് 2 വർഷത്തേക്ക് സ്വസ്ഥത ഉണ്ടായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.